KL2 മീഡിയ 24/7 ചടയമംഗലം പഞ്ചായത്തിലെ പോരേടം വാർഡിലാണ് ഉള്ളത്. ഇദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന പ്രദേശത്തിൻ്റെ ചില കാഴ്ചകൾ, നേർക്കാഴ്ചകൾ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. ഈ കാണുന്നത് ഒരു ഒഴുകുന്ന പുഴയല്ല, ഒരു തോടല്ല. മഴ പെയ്യുമ്പോൾ പോരേടം ജംഗ്ഷനിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ ഇറങ്ങി വരുന്ന ഒരു വഴിയാണ്. ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തുകൂടി വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്ന 3 മീറ്ററോളം വീതിയുള്ള ഒരു റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം ഒലിച്ചിറങ്ങുന്ന നേരത്തെ നമ്മൾ കണ്ട ആ വികലാംഗനായ ആ ഒരു വ്യക്തിയുടെ വീടിൻ്റെ മുന്നിലേക്കാണ്. ഈ ഒലിച്ചിറങ്ങുന്നത് വെള്ളം മാത്രമല്ല, ഒരുപാട് കുപ്പിച്ചില്ലുകൾ, വേസ്റ്റുകൾ, അതുപോലെ തന്നെ ചത്ത വളർത്തു മൃഗങ്ങളുടെ മൃതശരീരങ്ങൾ എന്നിവയെല്ലാം ഈ വെള്ളത്തിലൂടെ ഒലിച്ച് താഴേക്ക് വരും. എല്ലാവരും വേസ്റ്റുകൾ ഇടാൻ തിരഞ്ഞെടുത്ത, പോരേടം ജംഗ്ഷനിലുള്ള പോരേടത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളൊക്കെ വേസ്റ്റ് ഇടാൻ തിരഞ്ഞെടുത്ത ഒരു വഴിയായി ഈ വഴി മാറി. ഈ അടുത്ത കാലത്ത് അടച്ചുപൂട്ടിപ്പോയ മിനി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പ് ഇടത് സൈഡിലായി, ചടയമംഗലത്തിന് മുൻപ് ഇടത്തേക്ക് പോകുന്ന ആ ഒരു വഴി, നമുക്ക് ആ വഴിയിൽ ഇറങ്ങി നിന്നാൽ നമുക്ക് ആ സ്ഥലം കാണാം. എത്ര വീതി അവിടെ ഉണ്ടായിരുന്നു നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ഓരോ മഴ പെയ്യുമ്പോഴും അവർ ഇതുപോലെ കുപ്പിച്ചില്ലുകൾ പെറുക്കി ഇതുപോലെ ഒരു സഞ്ചിയിലോ ബക്കറ്റിലോ ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കാലിലും ശരീരഭാഗങ്ങളിലും ഒന്നൊക്കെ ഈ ഒരു കുപ്പിച്ചില്ല് കയറിക്കൊണ്ട് കുട്ടികളൊക്കെ നിരവധി പോകുന്നു. ഒരു വാഹനം ഇവിടെ ഇറങ്ങി വരില്ല. ഇതിൽ വേറൊരു വഴിയുണ്ട്. ആ വഴിയും ഇപ്പോൾ നിലവിലുള്ള അവസ്ഥയിൽ വെള്ളച്ചാലായി, അതുവഴിയും വാഹനം ഇറങ്ങി വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണുള്ളത്. ഇപ്പോൾ നമ്മൾ വെള്ളം തീർന്നതിന് ശേഷം, അതായത് വെള്ള ഒലിപ്പ് തീർന്നതിന് ശേഷമുള്ള ചെറിയ രീതിയിൽ വെള്ളം ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. ഏകദേശം 3 മീറ്ററോളം വീതിയുള്ള ഒരു റോഡാണ്. ഈ റോഡ് അടിയന്തരമായി ഈ വിഷയത്തിൽ നിങ്ങളൊന്ന് ഇടപെടണം. കാരണം ഇതൊരു വലിയ ജനജീവിതത്തെ ദുസ്സഹമായി ബാധിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഈ പ്രദേശത്ത് രൂപപ്പെട്ടുള്ളത്. 2 വഴിയുണ്ട്. അവിടുന്ന് ഇങ്ങനെ ഒരു വഴിയുണ്ട്, ഇവിടുന്ന് ഇടത്തേക്ക് ഒരു വഴിയുണ്ട്. ഈ 2 വഴികളിലൂടെയും ഇപ്പോൾ യാത്ര ചെയ്ത് ഈ വീടുകളിലേക്കൊന്നും എത്താൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഏകദേശം ഒരു 3-4 വീടുകളുണ്ട്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു 10-20 ആളുകളുമുണ്ട്. ഈ ആളുകൾക്ക് ഇവിടെ എത്താൻ പറ്റാത്തൊരവസ്ഥ. ഇനി നമുക്ക് ഈ പോരേടം ജംഗ്ഷനിൽ ഉള്ള ആ വെള്ളക്കെട്ട് എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും താഴേക്ക് ആ വെള്ളം വരുന്നതെന്നും നോക്കുന്നത്. ഇവിടെ ഒരു ചാലിങ്ങനെ കീറി അങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു കലുങ്കോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുവഴി നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നല്ല വീതിയുള്ള, പണ്ട് ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന തരത്തിലുള്ള നല്ലൊരു വഴിയായിരുന്നു. ഈ വഴി യാത്രായോഗ്യമായി കഴിഞ്ഞാൽ ഒരു തരത്തിൽ എന്തുമാത്രം വീതിയുണ്ട്, ഏകദേശം ഒരു 3-3.5 മീറ്ററോളം വീതിയുള്ള ഒരു റോഡാണ് തകർത്ത് തരിപ്പണമാക്കി വേസ്റ്റ് ഇടാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയുക. അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇനി ഇവിടെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ കേൾക്കുമ്പോൾ ഏകദേശം ഈ വിഷയത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അവരുടെ അഭിപ്രായങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. പറഞ്ഞോളി. ഞാനീ സംസാരിക്കുന്നത് ഒരു 10-15 വർഷം കൊണ്ട് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതത്തെക്കുറിച്ചാണ്. ഈ നാട്ടിൽ ഒരു 3-4 വീട്ടുകാർ ഇവിടെ ഞാൻ ഭയങ്കരമായ ദുരിതത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വഴിയുണ്ട്, 2 വഴിയാണ് നമുക്കുണ്ടായിരുന്നത്. ഒരു വഴി അപ്പുറവും ഇപ്പുറമുള്ള ആ പുരയിടക്കാർ കൂടി കോരി അതിനെ അങ്ങ് അടച്ചെന്ന് പറഞ്ഞാൽ അത് ഇടവഴിയായിട്ട് ഇപ്പോൾ ഒരു ചാല് പോലെയായി. അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. പിന്നെ അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ലെന്നല്ല, നാട്ടിലുള്ള മൊത്തം വേസ്റ്റുകളും കുപ്പിച്ചില്ലുകളും എല്ലാം അവിടെ പുറക്കി ഇട്ടു. അതെല്ലാം വന്ന് അവിടെ കൂടിയിട്ടുണ്ട്. ഭയങ്കരമായ മഴ വരുമ്പോൾ വീഡിയോയിൽ കൂടി നിങ്ങൾ കണ്ടു കാണും. ആ മഴയത്ത് ഈ കുപ്പിച്ചില്ലെല്ലാം വന്ന് നമ്മളെ വീടിൻ്റെ ഈ വഴിയിൽ വന്ന് വീഴും. 2 റോഡിൽ നിന്നും കൂടി വരുന്ന വെള്ളം മൊത്തം, മെയിൻ റോഡിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ ഈ സൈഡ് കട്ട് റോഡിൽ നിന്നുള്ള വരുന്ന വെള്ളവും കൂടി ചേർന്ന് 2 കൂടി ഒരു ഭയങ്കര ഒഴുക്കായിട്ടാണ് നമ്മുടെ ഈ ഇങ്ങോട്ട് വരുന്നത്. ഒന്ന് വന്ന് വീടിൻ്റെ മുറ്റത്ത് വീഴും, പിന്നെ ബാക്കി ആ റോഡിൽ ഇങ്ങനെ നിൽക്കും. കൊച്ചു കുട്ടികൾ, 4-5 കൊച്ചു കുട്ടികൾ 2-3 വീട്ടിലായിട്ടുണ്ട്. എപ്പോഴും രോഗികളാണ്. അതുപോലെ നിത്യരോഗിയായ ഒരു സ്ട്രോക്ക് വന്ന ഒരാൾ ഇവിടെ താമസമുണ്ട്. ഇവർക്ക് ഏത് സമയത്തും ആശുപത്രിയിലൊക്കെ പോകേണ്ട ആവശ്യം വരും. പക്ഷേ പോകാൻ യാതൊരു നിവൃത്തിയില്ല, എഴുന്നടക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഭയങ്കരമായ ദുരിതത്തിൽ ഞങ്ങൾ ഇങ്ങനെ പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രാവശ്യം പഞ്ചായത്ത് മെമ്പറേയും വാർഡ് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒക്കെ വിളിച്ച് അറിയിച്ചു. പക്ഷേ അവരാരും
ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, ഒരു നടപടിയും ഇതുവരെ എടുത്ത് കാണുന്നില്ല. വരുന്നവരെല്ലാം ആശ്വസിപ്പിച്ചിട്ട് പോവുകയാണ്. പക്ഷേ ഈ ദുരിതം ഞങ്ങൾ നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു പരിഹാരം എത്രയും പെട്ടെന്ന് കാണണം. ഇല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം വലിയ ദുഃഖത്തിലാണ്, വലിയ ബുദ്ധിമുട്ടിലാണ്. പോരയിടം വാർഡാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ ആരാണ്? ആര്? ഷംന നിസാമാണ് വാർഡ് മെമ്പർ. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല? ഇങ്ങനൊരു നമ്മൾ വലിയ ദുരിതത്തിലാണെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിനുള്ള ഇത് നമുക്ക് അനുവദിച്ച് കിടക്ക്, എന്നിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതി അവർ കൊടുത്ത് ചെയ്യിക്കാന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഇതിന് കിട്ടി അനുവദിച്ച് കിടക്കുവാണ്. എന്നിട്ട് പോലെ അവർ ഈ റോഡ് ശരിയാക്കുന്നില്ല. അപ്പോൾ ഇത് അനുവദിച്ചിട്ട് ഇത് യഥാർത്ഥം ഇത് നമ്മളെ നമ്മുടെ ഈ പഴയ അച്ചായൻ്റെ കടയുടെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു വഴിയല്ലേ ഇത് നേരത്തെ ഇത് വലിയൊരു വഴിയല്ലായിരുന്നു? ഇതിൽ അത്യാവശ്യം വാഹനങ്ങളൊക്കെ പോകാൻ പറ്റുന്നൊരു വഴിയല്ലായിരുന്നു? ജീപ്പൊക്കെ പോകുന്നൊരു വഴിയല്ലായിരുന്നു? എന്നിട്ട് എന്താ പറ്റിയത്? പിന്നെ സ്റ്റേ കൊടുക്കും. അപ്പോൾ ഇതിപ്പോൾ 2 വഴികളിലും കൂടെ ഉള്ള വെള്ളം ഇപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് വന്ന് മറിയുകയാണ്. അപ്പം നിങ്ങൾ എത്ര കാലം കൊണ്ട് ഈ അസുഖമായിട്ടിരിക്കുന്ന രോഗിയാണ്? 5 വർഷം കൊണ്ട് രോഗിയാണ്. അപ്പം ഇപ്പം നിങ്ങളാണ്. അപ്പം ഇപ്പം നിങ്ങൾ എങ്ങനെ ഇവിടെ വാഹന സൗകര്യം എങ്ങനെ? നിങ്ങൾ ഈ മുച്ചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നത് അല്ലേ? മുച്ചക്ര വാഹനത്തിലാണ് പുള്ളിക്കാരൻ യാത്ര ചെയ്യുന്നത്. അപ്പം ഇദ്ദേഹത്തിന് ഇവിടെ വരാനും പോകാനും വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം പിന്നെ നിലവിലിപ്പം വാർഡ് മെമ്പറുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ പഞ്ചായത്തിൽ ശരിയായിട്ടില്ല. അത് പിടിക്കണ്ട നീ അതവിടെ കിടന്നു. പിന്നെ ആവട്ടെ എന്ന് പറയുന്നല്ലാതെ ഇതുവരെ കാര്യങ്ങൾ നടന്നിട്ടില്ല. നിങ്ങൾ നിത്യരോഗിയാണ്. നിങ്ങൾ 2 വീലർ മുച്ചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇത് ഇപ്പം ഇങ്ങനൊരു അവസ്ഥ കൂടി ഇവിടെ ഉണ്ട്. എത്ര വീടുണ്ട് ഇവിടെ ഈ പ്രദേശത്ത്? നിങ്ങൾ 3 വീട്ടിലായിട്ട് കുറച്ച് കുട്ടികളും സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ വാഹനമൊക്കെ ഇവിടെ ഇറങ്ങി വരുമോ? എല്ലാ റോഡിൽ കൊണ്ടാക്കണം. അപ്പോൾ അതാണ് അവസ്ഥ. മഴക്കാലം വേണം, വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. വയ്യാത്തവരൊക്കെയാണ് ഇവിടെ നമ്മൾ ഈ 3 വീട്ടിലുള്ളത്. നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല, കൊച്ചുങ്ങളെ സ്കൂളിൽ വിടാൻ പറ്റത്തില്ല. പിന്നെ കുപ്പിയോട് റോട്ടിൽ കിടക്കുന്ന കുടിക്കുന്ന മൊത്തം കുപ്പിയും വേസ്റ്റുകളും ഈ ഇരിക്കുന്ന എല്ലാം കുപ്പിയോട് ഒരു വീട്ടുകാർ കൊണ്ടുവന്ന് വഴി കൊണ്ടിട്ടതാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാനും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ റോട്ടിൽ പട്ടി പൂച്ച അത്ത എല്ലാം ഇപ്പൊ കൊണ്ടുവന്ന ഈ വഴിയിലും കിട്ടത്തിട്ടുള്ളത്. നമുക്ക് ഞങ്ങളെ വഴിയായിരുന്നു, ഈ വഴി കൂടെയാണ് ഞങ്ങൾ വന്നുകൊണ്ടിരുന്നത്. വാഹനമൊക്കെ വരൂലായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ വരുന്നു. അതിപ്പോ പെരടക്കാർ 2 പെരടക്കാർ ഇറക്കി കോരി പാതി ഞങ്ങൾക്ക് വരാം. അതിലേം വരാൻ പറ്റത്തില്ല, ഇതിലേം വരാൻ പറ്റത്തില്ല. വയ്യാത്ത ആളാണ്. കുറേ നാളുകൊണ്ട് നമ്മളിത് കത്തിക്കുകയാണ്. സ്കൂട്ടറൊക്കെ തള്ളിയാണ് അങ്ങ് മുകളിൽ കൊണ്ടുപോകുന്നത്. പിന്നെ പട്ടിയും പൂച്ചയും എല്ലാം ചാവുന്നിടത്ത് വഴിയിടുന്നു. കുപ്പിച്ചില്ലാണ്. വലിയ ബുദ്ധിമുട്ടിലാണ്. എത്ര കാലമായി നിങ്ങളുടെ വീട്ടുകാരന് ഇങ്ങനെ സുഖമില്ലാതെ? 5 വർഷം. 5 വർഷമായി. അന്ന് പോലെ ഇങ്ങനെ മുച്ചക്ര വാഹനത്തിലാണ് യാത്രയും കാര്യങ്ങളൊക്കെ? അല്ല, ഇപ്പം 2 വർഷം കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലുള്ള മുഴുവൻ പിന്നെ കുപ്പിച്ചില്ലുകളും വേസ്റ്റുകളും മൊത്തം നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്താണ് കടക്കാരും മൊത്തവും അവിടെ വഴിയിട് അത് മൊത്തവും വെള്ളത്തിൽ കൂടെ വന്ന് വീഴാണ്. അപ്പോൾ നമ്മളിതിപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഇങ്ങനെ ഒരു വയ്യാത്ത ആളാണ്, നമുക്ക് എപ്പോഴും വാഹന സൗകര്യം വേണം, വണ്ടി ഇവിടെ ഇറങ്ങി വരണം എന്നൊക്കെ നിങ്ങൾ വാർഡ് മെമ്പർമാരുടെ അടുത്ത് ഇവിടുത്തെ അധികാരപ്പെട്ടവരടുത്തൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് അതിയായ അമർഷവും വിഷമമൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഒന്ന് നന്നാക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് അല്ലേ? ശരി. ഈ വിഷയത്തിൽ അടിയന്തരമായി ചടയമംഗലം പഞ്ചായത്ത് ഭരണസമിതിയും പോരയിടം വാർഡ് മെമ്പറും ഇടപെടണം എന്നാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.